നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിലെ റയൽ മാഡ്രിഡ് 36ാം തവണ ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇന്നലെ അവർ കാഡിസിനോട് വിജയിച്ചതിന് പിന്നാലെ ജിറോണയോട് FC ബാഴ്സലോണ തോറ്റതോടെ ഇത്തവണത്തെ കിരീടം റയൽ മാഡ്രിഡ് ഉറപ്പാക്കി കഴിഞ്ഞു. FC ബാഴ്സലോണയ്ക്ക് കിരീടമില്ലാത്തൊരു സീസണാണ് കടന്നു പോകുന്നത്. കാഡിസിനെതിരെ സാന്റിയാഗോ ബെർണാബുവിൽ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. ബ്രൈൻ ഡയസ്, ജൂഡ് ബെല്ലിംഗാം, ഹൊസേലു എന്നിവരാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തില് തിബോട്ട് കോർട്ടുവ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വീണ്ടും റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഈ മത്സരം കളിക്കുമെന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ എദർ മിലിറ്റാവോ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവര് വിനി ജൂനിയർ, പിന്നെ റോഡ്രിഗോ തുടങ്ങിയവർക്കൊക്കെ വിശ്രമം കൊടുത്തുകൊണ്ട് മുന്നേറ്റത്തില് ഗ്യൂളർ, ഹൊസേലു, ബ്രൈൻ ഡയസ് എന്നിവരെ ആദ്യ 11-ൽ ഇറക്കിക്കൊണ്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 51ാമത്തെ മിനിറ്റിൽ ബ്രൈൻ ഡയസിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. തുടർന്ന് 68ാമത്തെ മിനിറ്റിലാണ് ബെല്ലിംഗാമിന്റെ ഗോൾ പിറക്കുന്നത്. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന് 3 മിനിറ്റിനുള്ളിൽ തന്റെ 2ാമത്തെ ടച്ചിലാണ് ആ ഗോൾ കണ്ടെത്തിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കളിയുടെ അവസാനത്തിൽ ഹൊസേലു കൂടി ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡിലേക്ക് റയൽ മാഡ്രിഡ് കടന്നുപോയി. അങ്ങനെ അവർ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു. 34 കളികളിൽ നിന്ന് 87 പോയിന്റുമായിട്ട് അവർ 1ാം സ്ഥാനത്ത് തുടരുകയാണെന്നല്ല, പിന്നെ കിരീടത്തിലേക്ക് പോകുന്നു. തൊട്ടുപിന്നാലെ ജിറോണ FC ബാഴ്സലോണയെ 4-2 തോൽപ്പിച്ചതോടെ റയൽ ആ കിരീടം അങ്ങ് ഉറപ്പിച്ചു. 36ാം തവണ അവരിതാ ലാലിഗയിൽ ചാമ്പ്യന്മാരായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.